ഗുഡ് മോർണിംഗ് എവരിബഡി. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പുതിയ ഇൻകം ടാക്സ് ലോ വളരെ താമസിയാതെ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അപ്പോൾ അത് ഇന്ന് ഫെബ്രുവരി 13 പുതിയ ഇൻകം ടാക്സ് ബില്ല് 2025 അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ല എന്തായിരിക്കും പുതിയ ബില്ലിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ആ, പറയാൻ പോകുന്നത്. ആകെ ഇരുന്നൂറ്റി മു- ആകെ 23 അധ്യായങ്ങൾ, 622 പേജുകൾ, 536 വകുപ്പുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ബിൽ പുതിയ ഇൻകം ടാക്സ് ബില്ലിനകത്ത്. ബില്ലെന്ന് പറയുമ്പോൾ പാർലമെന്റിൽ അത് അവതരിപ്പിച്ച് അപ്രൂവൽ ആയതിനു ശേഷം ബില്ല് ആക്ട് ആകത്തുള്ളൂ. അവതരിപ്പിക്കുമ്പോൾ അത് ബില്ലാണ്, ഏതും ബില്ലാണത്. ബില്ല് അവതരിപ്പിക്കുകയാണ്. ആ ബില്ല് പിന്നെ റാറ്റിഫൈ ചെയ്ത് പാർലമെന്റിന്റെ ഇരു സഭകളും റാറ്റിഫൈ ചെയ്ത് പ്രസിഡന്റ് അത് എൻഡോസ് ചെയ്യുമ്പോഴാണ്, സൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയറായിട്ട് അത് ആക്റ്റായിട്ട് മാറുന്നത്, നിയമമായിട്ട് മാറുന്നത്. ഇപ്പോൾ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നമ്മുടെ അസംബ്ലികളിലായാലും പിന്നെ ബില്ല് അവതരിപ്പിക്കും. ബില്ല് അവതരിപ്പിച്ച് അസംബ്ലി അത് പാസ്സാക്കിയതിന് ശേഷം അത് ഗവർണറുടെ ഒപ്പോടുകൂടി സംസ്ഥാനങ്ങളിൽ അത് നിയമമായിട്ട് മാറും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ പാർലമെന്റിലെ പ്രൊസീജിയേഴ്സ് ആണല്ലോ. അപ്പം ഇത് ഈ ഒരു ബില്ല് ആക്റ്റായി മാറുന്നത് പാർലമെന്റ് രണ്ട് സഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് വിജ്ഞാപനം ഇറക്കണം. അപ്പം അത് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് പ്രൊസീജിയേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1961 ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള ഇൻകം ടാക്സ് ആക്റ്റാണ് നികുതി നിയമത്തിന് പകരം പുതിയതായിട്ടുള്ളൊരു നിയമമാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിനകത്ത് ചില കുറേയേറെ മാറ്റങ്ങളുണ്ട്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ ഇതെല്ലാം ഇല്ലാതാകുന്ന അതിൻ്റെ പേര് മാറ്റും. 23 അധ്യായങ്ങൾ, 622 പേജുകളായിരിക്കും. അതിലെ ഭരണപരമായിട്ടുള്ള ചട്ടങ്ങൾ ഇനി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിനായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബില്ലിനകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റ് അത് പാസ്സാക്കിയതിന് ശേഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടും. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് അംഗീകരിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ അടുത്ത സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയറിലേക്ക് പോകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ ഇല്ലാതാകുമെന്ന് പറയുന്നത് നിലവിലെ നിയമത്തിൽ പറയുന്ന മുൻ വർഷം പ്രീവിയസ് ഇയർ, പുതിയ ബില്ലിൽ നികുതി വർഷം ടാക്സ് ഇയർ ആയിരിക്കും. അസസ്മെന്റ് ഇയർ എന്ന പദപ്രയോഗം തന്നെ ഇല്ലാതാകും. മുൻ വർഷത്തെ വരുമാനത്തിന് പ്രീവിയസ് ഇയറിലെ ഇൻകം പിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിലെയും ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന അസസ്മെന്റ് ഇയറിലായിരിക്കും. അപ്പം പ്രീവിയസ് ഇയർ എന്നുള്ളത് ടാക്സ് ഇയർ എന്നാക്കും, അസസ്മെന്റ് ഇയറിനെ എടുത്ത് മാറ്റും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ മുൻ വർഷത്തെ വരുമാനത്തിന് അസസ്മെന്റ് ഇയറിൽ നികുതി പൂർണ്ണമായിട്ട് കണക്കാക്കി അടച്ചു തീർക്കുന്നതാണ് ഇപ്പോഴത്തെ രീതിയിലുള്ളത്. ഉദാഹരണത്തിന് 2023-24 മുൻ വർഷം. അപ്പോൾ അതിലെ നികുതി കൊടുക്കുന്ന 24-25 അസസ്മെന്റ് ഇയറിലായിരിക്കും നമ്മൾ. അപ്പോൾ മുൻ വർഷം അസസ്മെന്റ് വർഷം എന്ന രീതികൾ പുതിയ ബില്ലിൽ മാറുകയാണ്. അതിന് പകരം ടാക്സ് ഇയർ എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം പുതിയ ബില്ലിനകത്തിൽ. ഡയറക്ട് ടാക്സ് കോഡ് അല്ലെങ്കിൽ ന്യൂ ഇൻകം ടാക്സ് ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ് ഇന്ന് പാർലമെന്റിൽ. ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഫെബ്രുവരി 7 ഈ പറഞ്ഞ ബില്ല് അപ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് അതിൻ്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊസീജിയേഴ്സാണ്. ഇപ്പോൾ ഏതൊരു ബില്ലായാലും ശരി അത് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യണം. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതിനു ശേഷം പാർലമെന്റിൽ അത് അവതരിപ്പിക്കും. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം പാർലമെന്റ് അത്, കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ലോക്സഭയിലും രാജ്യസഭയിലും അവരുടെ മെജോറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അത് പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് പാസ്സായതിനു ശേഷം മാത്രമേ അത് നമ്മൾ ആക്ട് അല്ലെങ്കിൽ നിയമം എന്നുള്ള രീതിയിലേക്ക് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെയർമാൻഷിപ്പിലുള്ളത്. കാരണം ക്യാബിനറ്റ് എപ്പോഴും
അതിൻ്റെ ലീഡർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമല്ലോ ചെയർ ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ അത് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പിന്നെ അതിനുശേഷം പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫൈനാൻസ്, പാർലമെന്റിൽ ഒത്തിരി കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് പാർലമെന്ററി പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫൈനാൻസിന് വിട്ടുകൊടുക്കുകയും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആം, അതിനകത്തിൽ വ്യതിയാനങ്ങളൊക്കെ വരണമെങ്കിൽ അത് നിർദ്ദേശിച്ചിട്ട് വീണ്ടും അത് തിരിച്ച് യൂണിയൻ ക്യാബിനറ്റിന് വിടുകയും വീണ്ടും അവർ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്യും. 1961 ഇൻകം ടാക്സ് ആക്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ വരാൻ പോകുന്ന ബില്ല് അല്ലെങ്കിൽ ഇനിയും പുതിയതായിട്ട് വരാൻ പോകുന്ന നിയമത്തിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ടാക്സ് പേയേഴ്സിന് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള അതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലാംഗ്വേജസ്. ഇപ്പം നമുക്കറിയാം സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിയമത്തിലുള്ള ലാംഗ്വേജ്, നിയമപരമായിട്ടുള്ള ഈ ലാംഗ്വേജസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പം ഏകദേശം പുതിയ IT ബില്ലിനകത്തിൽ 25-30% ടാക്സ് റൂൾസും അതുപോലെ തന്നെ ക്ലോസസും എല്ലാം സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ബില്ല് അവതരിപ്പിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും പഴയതിനേക്കാളും ഒന്നുകൂടെ സ്ട്രീം ലൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പം മാറി വരുന്ന നമ്മളുടെ, കാരണം ഏത് നിയമങ്ങളും മാറ്റപ്പെടേണ്ടതാണ്, പഴയ നിയമങ്ങൾ പുതുക്കേണ്ടതാണ്. പഴയ നിയമങ്ങൾ ചിലപ്പോൾ മൊത്തമായി എടുത്ത് കളയേണ്ടതാണെങ്കിൽ മൊത്തമായി എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അതിനകത്തിൽ അമെൻമെൻറ്റ്സ് ഒക്കെ കാലക്രമേണ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച്, കാരണം നമ്മളുടെ രാജ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എക്കോണമി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻകം ടാക്സ് ആക്ടിലും 1961 പ്രാബല്യത്തിൽ വന്നത്. അപ്പം ഏകദേശം 10-60 വർഷത്തോളം ഈ പറഞ്ഞ നിയമത്തിന് ഒരു ലൈഫ് സ്പാൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വളരെ അത്യാവശ്യമാണ്. മാറുന്ന ഇന്ത്യക്ക് ഒരു മാറുന്ന നിയമം തീർച്ചയായിട്ടും എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഇങ്ങനൊരു ഇൻകം ടാക്സ് ബിൽ അല്ലെങ്കിൽ പുതിയൊരു ഇൻകം ടാക്സ് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് ലോസിനെ സംബന്ധിച്ചുള്ള ലാംഗ്വേജസ് സിംപ്ലിഫൈ ചെയ്യുക, ലളിതവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പിന്നീട് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫൈനാൻസിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ടാക്സ് റിബേറ്റ്സ് ഒന്നും മാറത്തില്ല അതിനകത്തിൽ. കാരണം ബജറ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അതുപോലൊക്കെ തന്നെ നിലനിൽക്കും. ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ റിബേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മാറാനുള്ള സാധ്യതയില്ല. ലാംഗ്വേജ് ടാക്സ് ലോസിനകത്തിലുള്ള ലാംഗ്വേജിനെ കുറിച്ച് ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് എളുപ്പം ഒന്നുകൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു സിംപ്ലിഫിക്കേഷൻ, ലളിതവൽക്കരണം അതിനകത്തിലുണ്ടാകും. പിന്നെ അല്പം കൂടെ മറ്റേതിനേക്കാൾ അത്ര ബൃഹത്തായിരിക്കത്തില്ല, അല്പം കൂടെ ബ്രീഫായിരിക്കും, കോൺസൈസ്, ക്ലിയർ ആയിരിക്കും, പലർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് ലിറ്റിഗേഷൻ ഇതൊക്കെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിന് ടാക്സ് സർട്ടൻറ്റി കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ഒരു ഇന്റേണൽ കമ്മിറ്റി ഇത് പഠിക്കുവാൻ വേണ്ടി രൂപീകരിച്ചിരുന്നു. അതുപോലെ തന്നെ 22 സ്പെഷ്യലൈസ് സബ് കമ്മിറ്റീസ് ഇതിനുവേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാനും അതിനെക്കുറിച്ചുള്ള സജഷൻസ് ഒക്കെ നൽകുവാൻ വേണ്ടി 22 സ്പെഷ്യലൈസ്ഡ് സബ് കമ്മിറ്റീസ്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല, 1-2 വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം രാജ്യത്തിൻ്റെ വിവിധ തലത്തിലുള്ള ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും പുതുതായിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്തിൽ. ഒരു നിയമം ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതിനെ നമുക്ക് കാണേണ്ടതാണെന്നില്ല, ആ ഒരു ആംഗിളിൽ കൂടിയാണ് നമുക്ക് തീർച്ചയായിട്ടും അതിനെ കാണേണ്ടത്. അപ്പം പല കാറ്റഗറീസിലുള്ള, പ്രത്യേകിച്ച് 4 പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഇൻപുട്സുകൾ സ്വീകരിച്ചു അല്ലെങ്കിൽ അവരുടെയൊക്കെ
എക്സ്പെർട്ട് ഒപ്പീനിയൻസ് സ്വീകരിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യുക, ലിറ്റിഗേഷൻ്റെ റിഡക്ഷൻ, കംപ്ലയൻസ് റിഡക്ഷൻ, അതുപോലെ തന്നെ പഴയ ഈ റിലവൻ്റ് അല്ലാത്ത, പിന്നെ ഇപ്പോൾ പ്രാധാന്യമല്ലാത്ത പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെ ആയിരിക്കും. അസസ്മെൻ്റ് ഇയർ എടുത്തു മാറ്റപ്പെടും പൂർണ്ണമായിട്ടും. അങ്ങനെ ഒരു ടേം ഇനി ഇൻകം ടാക്സ് ലോയിൽ ഉണ്ടാകത്തില്ല. പ്രീവിയസ് ഇയർ ഉണ്ടാകത്തില്ല, അതിന് ടാക്സ് ഇയർ എന്നുള്ളതായിരിക്കും. ടാക്സ് ഇയർ എന്നുള്ള ടെർമിനോളജി അല്ലെങ്കിൽ പദപ്രയോഗമായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ഇനിയും 23 അധ്യായങ്ങളും 622 പേജുകളും ഉണ്ടാകത്തുള്ളൂ. നിലവിലെ ഇൻകം ടാക്സ് നിയമത്തിൽ 298 സെക്ഷനാണുള്ളത്. പുതിയ ബില്ലിൽ ഇത് സെക്ഷൻ കൂടും, 536 സെക്ഷനാകും. 14 ഷെഡ്യൂളുകൾ ഉണ്ടായത്, അതിന് പകരം 16 ഷെഡ്യൂളുകളാകും. അധ്യായങ്ങളുടെ എണ്ണം 23 തന്നെ അതിനകത്ത്. ചാപ്റ്റേഴ്സ് 23, മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ആദായ നികുതി നിയമത്തിൻ്റെ പേജുകൾ 622 കുറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ 800 ചില്ലുവാനം അങ്ങണ്ടായിരുന്നു. അത് നമുക്ക് നോക്കട്ടെ. ഇപ്പോൾ അത് 600 ചില്ലുവാനം പേജുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ടാക്സ് കളക്ഷന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നെറ്റ് ഡയറക്റ്റ് ടാക്സ് ആണ് 14.69% കൂടിയിട്ടുണ്ട്. അതായത് 17.78 ലക്ഷം കോടി രൂപയുടെ ടാക്സ് കളക്ഷൻ ഗവൺമെൻറ് ഡേറ്റ അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഇൻകം ടാക്സ് ലോ എന്നുള്ളൊരു നിയമം ഉള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ ഇൻകം ടാക്സിൻ്റെ ഒരു പരിഗണന ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ചില ഡേറ്റ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതിന് ഉപരിയായിട്ട് നമുക്ക് ഈ ടാക്സിൻ്റെ പുതിയ ബില്ലിനകത്തിൽ എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യുക, സാധാരണക്കാരന് എളുപ്പം മനസ്സിലാകാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ 622 പേജുകളായിട്ട് ചുരുക്കിയിട്ടുണ്ട്. സെക്ഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് വഴി നികുതി രീതിയിൽ ഘടനാപരമായ ചിട്ടപ്പെടുത്തലുകളാണ് വരുത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഭരണപരമായിട്ടുള്ള ചട്ടങ്ങൾ ഇനി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, അതായത് വിവിധതരം നടപടിക്രമങ്ങൾ, നികുതി സ്കീമുകൾ, ടാക്സ് സ്കീം, അതുപോലെ ബന്ധപ്പെട്ട ചട്ടക്കൂടുകൾ എന്നിവയിൽ ഭേദഗതി വരുത്താൻ ഇനിയും പാർലമെന്റിന്റെ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് പ്രത്യക്ഷ നികുതി ബോർഡ്. അപ്പോൾ അവരാണ് ടാക്സിൻ്റെ അപെക്സ് ബോഡിയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപെക്സ് ബോഡി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യുവാനുള്ള അധികാരം ഇനി ഉണ്ടാകും. അത് കുറേ കൂടി കാര്യങ്ങൾ പെട്ടെന്ന് ബ്യൂറോക്രാറ്റിക് ഹാർഡിൽസ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ താമസം പല കാര്യങ്ങൾക്കും കുറയ്ക്കുവാനൊക്കെ ഇത് വഴി സാധിക്കും. ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഡിലേസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുകയും കൂടുതൽ ഉണർവോടുകൂടി അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് കാര്യങ്ങൾ, കാരണം നമുക്കറിയാം വളരുന്ന എക്കോണമിക്ക് സ്പീഡ് വളരെ അത്യാവശ്യമാണ് എല്ലാ മേഖലകളിലും. അപ്പം ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള ഡിലേസ് എത്രത്തോളം നിലനിൽക്കുന്നു അത്രത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും അത് സാരമായി ബാധിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.
ബിസിനസ് അറ്റ് ദ റേറ്റ് ഓഫ് സ്പീഡ് എന്നാണ് പറയുന്നത്. കാരണം ബിസിനസ് അല്ലെങ്കിൽ എക്കോണമി ഗ്രോ ആണെങ്കിൽ അതിന് സ്പീഡ് വേണം. സ്പീഡ് വേണമെന്ന് ഡിസിഷൻസ് എടുക്കുന്നതിലും ഡിസിഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലും റെക്ടിഫിക്കേഷൻസ് വരുത്തുന്നതിലും അമെൻമെൻറ്റ്സ് വരുത്തുന്നതിലും ഒക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങും സ്പീഡും ഒക്കെ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത് സഹായകരമാകത്തില്ല. അപ്പം നിയമ ഭേദഗതികൾക്ക് കാത്തു നിൽക്കാതെ നികുതി അഡ്മിനിസ്ട്രേഷൻ ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ ഈ CBDTക്ക് അധികാരം കൊടുക്കുന്നത് വഴി കാര്യങ്ങൾ കൂടുതൽ പിന്നെ പ്രവർത്തനക്ഷമത കൂട്ടുവാനും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുവാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇനിയും വരുന്ന ബില്ലിനകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതോടുകൂടി നികുതി സംവിധാനങ്ങൾ ടാക്സ് സിസ്റ്റത്തിനെ കൂടുതൽ ഫലവത്തായിട്ട് നമുക്ക് അത് രണ്ട് കൂട്ടർക്കും ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിനും അല്ലെങ്കിൽ നികുതി കൊടുക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നികുതി കൊടുക്കാൻ ബാധ്യതയുള്ള ആൾക്കാർക്കും കൂടുതൽ കാര്യങ്ങൾ സുതാര്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും ചെയ്യുവാനും എക്സിക്യൂട്ട് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ആ ഒരു തരത്തിലായിരിക്കും പുതിയ നികുതി ബില്ല് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഓപ്പോസിഷൻ പാർട്ടീസ് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ക്ലെയിംസും അല്ലെങ്കിൽ ഓപ്പോസിഷനും ഒക്കെ മുന്നോട്ട് വെക്കും. ബില്ല് അവതരിപ്പിച്ച ശേഷം അത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വീണ്ടും തിരിച്ചയക്കും. ആ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരുടെ പരിഗണനകളെല്ലാം നടത്തിയതിനു ശേഷം വീണ്ടും അത് യൂണിയൻ ക്യാബിനറ്റിന് വിടുകയും യൂണിയൻ ക്യാബിനറ്റ് അതിനകത്തിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഇൻകം ടാക്സ് ബില്ലിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് നമുക്കിതിൻ്റെ പാർലമെൻറ്റിൽ അതിൻ്റെ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ എന്താണ് അതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. തൽക്കാലം നമ്മൾ ഇത്രയും ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പും മുന്നേറ്റവുമാണ്. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അപ്പോൾ ആ 1961 ആക്റ്റാണ് ഇപ്പോൾ നമ്മൾ പുതിയ ബില്ല് അമെൻഡ് ചെയ്യുകയല്ല, പുതിയ ബില്ല് അവതരിപ്പിക്കുകയാണ്. പുതിയ ബില്ല് അവതരിപ്പിച്ച് പുതിയ ആക്ട്, പുതിയ ഇൻകം ടാക്സ് ആക്ട്, പുതിയ ഇൻകം ടാക്സ് നിയമം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ തന്നെ ജനങ്ങളുടെ ജീവിത എസ്പെഷ്യലി ടാക്സ് പേയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.